പോലീസിന്റെ ശക്തമായ പരിശോധന നടക്കുന്നുണ്ട് എന്നത് പ്രേക്ഷകർക്കറിയാം. നമുക്ക് ACP വെൽക്കം ചെയ്യാം. ACP എന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യം ആണോ? അപ്പൊ വിളിക്കാമോ? എനിക്ക് ഉറപ്പായിട്ടും ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ACP വിളിക്കാം. അപ്പൊ ACP നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ശാസ്താംകോട്ടെ DYSP ആയിരുന്ന സമയത്ത് വിസ്മയ കേസ് തെളിയിപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? P. രാജ്കുമാർ. അദ്ദേഹമാണ് നമ്മുടെ പൂരം കലക്കലിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ACP ക്ഷണിക്കാം. നമസ്കാരം ശ്രീ രാജ്കുമാർ, റൈറ്റ്? അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് വന്നാട്ടെ. നമ്മുടെ കുട്ടികളടക്കം ഈ വണ്ടിയിലുണ്ട്. നമ്മളുടെ സഞ്ചരിക്കുന്ന സ്റ്റുഡിയോ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ TVയുടെ ഈ വാഹനം. അപ്പോൾ എനിക്കൊന്ന് ഒരു ക്യാമറ ഇവിടെ നോക്കി കൊടുക്കാം. ഇത് നമ്മുടെ ടോക്കിച്ച് സ്കൂളിലെ കുട്ടികളാണ് ഇവർ. നമ്മൾ രാവിലെ തുടങ്ങിയ ക്യാമ്പയിനാണ്. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേരെ കണ്ടു, MLA കണ്ടു, ഒരുപാട് പേര് പ്രതികരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിനും എക്സൈസിനും നിങ്ങൾ ചെയ്യാവുന്നത് പരമാവധി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നലെയും നിങ്ങൾ കളമശ്ശേരി പൊളിറ്റിക്കൽ സെർച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഇപ്പോൾ ഞങ്ങൾ വാർത്ത കൊടുത്തതേ ഉള്ളൂ. കണ്ണൂരിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനിടയിലും ഇത്തരം കേസുകൾ പെരുകുന്നു എന്നുള്ളതാണ് ഒരു ആശങ്ക. പോലീസ് എങ്ങനെയാണ് അതിൻ്റെ ഈ എഫേർട്ട് എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ആ തെരച്ചിൽ കൂട്ടിയിരിക്കുന്നത്? പോലീസ് കഴിഞ്ഞ ഒരു 19/2/2025 തൊട്ടാന്ന് തോന്നുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സമയം വരെ സ്റ്റേറ്റിൽ ധാരാളം കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗഞ്ചാവിൻ്റെ കേസ് ഡിറ്റക്ട് ചെയ്യുന്നു, ഹെറോയിൻ ഡിറ്റക്ട് ചെയ്യുന്നു, MDMA ഡിറ്റക്ട് ചെയ്യുന്നു. ആ രീതിയിൽ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട്, സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ട്, നിരവധി കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കായിട്ട് എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും പ്രത്യേക ടീമിനെ തന്നെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. നിലവിൽ ഈ കുട്ടികൾ ഇപ്പം ഇവരെല്ലാവരും 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ പോളിടെക്നിക്കിൽ നിന്ന് പിടികൂടിയത് 2 കിലോഗ്രാമാണ്. ത്രാസ് അടക്കമാണ് പിടികൂടിയത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ കുട്ടികളിലേക്ക് ഇതെത്തുന്ന ഒരു വഴി അതെങ്ങനെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്, പേരൻസും കുട്ടികളും? കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യം കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ആ ഏരിയയിൽ ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചെടുക്കും. ഒരുപക്ഷെ മദ്യത്തിനോ മറ്റു കാര്യത്തിനോ ഒക്കെ വീടുകളിൽ കിട്ടുന്ന ചില സ്വീകാര്യതകൾ ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പണ്ട് കാലത്ത് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാലോ ഇത് ഉപയോഗിക്കുക തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും ചില ഫാമിലിയിലെങ്കിലും വീട്ടിലിരുന്ന് കഴിക്കുന്നത് കുട്ടികൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നു മദ്യപിച്ച് ഇന്ന് തെറ്റാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കുക തെറ്റാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പഠിപ്പിച്ചു വിടുക. ചിലപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിലെ പേരൻസ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഫംഗ്ഷൻ പോയി അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരു ഗൃഹപ്രവേശമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബർത്ത്ഡേ ആയിരിക്കും, എന്തെങ്കിലും ആയോ. അങ്ങനെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടു ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നതായിരിക്കും കാണുക. അതായത് ഇത് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് കമ്പനി ഡ്രിങ്കിങ് എന്നുള്ളത് കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ ചെയ്യുന്നത് ശരിയല്ല. ഈവൻ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രിങ്കിങ് കുട്ടികളുടെ മുന്നിൽ വെച്ചാവാം, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം. അത് അപകടകരമായ ഡ്രഗ്സ് യൂസിലേക്ക് പോകും. അതെ, ശരിക്കും ചെറിയ കുട്ടികൾ, അതായത് അവരുടെ ഒരു പോസിറ്റീവ് ഏജിൻ്റെ ഒരു സമയമുണ്ട്. അതായത് ഈ പറഞ്ഞ LP UP പഠിക്കുന്ന സമയമാണ് അവരുടെ ശരിക്കും പോസിറ്റീവ് ഏജ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പറയുന്ന ടീനേജ്, ആ ടീനേജിൽ എപ്പോഴും നെഗറ്റീവ് ആ ഒരു ഫാക്ടർ അതിലുണ്ട്. അപ്പോൾ ശരിക്കും ഫ്രണ്ട്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നൊരു സമയമാണ് ഈ പറയുന്ന ടീനേജിൻ്റെ സമയം. ആ സമയത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും അവർ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഫ്രണ്ട്സിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രവണത ആ കുട്ടികളുണ്ടാകും. അതേസമയം ആ കുട്ടികൾ അതിനകത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ, തൻ്റെ ഫ്രണ്ട്സ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ, പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് മുമ്പുള്ളൊരു പോസിറ്റീവ് ഏജ്, ഈ പറഞ്ഞ LP UP പഠിക്കുന്ന സമയം, ആ സമയത്ത് നല്ല അറിവുകൾ ഈ കുട്ടികളിൽ ഉണ്ട് എങ്കിൽ അവരെ ആക്രമിക്കാനായിട്ട്, അവരെ ഉപയോഗിക്കാനായിട്ട് മറ്റുള്ള കുട്ടികൾ പ്രേരിപ്പിക്കുമ്പോൾ ഞാനിത് തൊട്ടു നോക്കരുത്, രുചിച്ച് നോക്കരുത്, കുടിച്ചു നോക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഈ കുട്ടികൾക്ക് വേണം. ആ അറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇതിനെ മാറ്റി മറിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ACP പറയുന്നു, കേരള പോലീസ് പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മദ്യം മദ്യം ഹാനികരമാണ് എന്നുള്ള മുന്നറിയിപ്പോടു കൂടി തന്നെ പറയുന്നു. അതൊരു കാരണവശാലും കുട്ടികളുടെ മുന്നിൽ കമ്പനി ഡ്രിങ്കിങ് നിങ്ങൾ നടത്താൻ പാടില്ല. അതൊരു വലിയ ട്രിഗറായി മാറും. അത് ഈ കുട്ടികളെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്നതായിരിക്കില്ല വീട്ടിൽ അവർ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ACP ഫ്രീ ആക്കാം. ഒന്ന്, ഈ കുട്ടികളടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ സംഭവം എത്താനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കാര്യം അത്ര വലിയ ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവരെന്താണ് ചെയ്യേണ്ടത്?
തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് നേരത്തെ തന്നെ നമുക്ക് ആവശ്യമായ യോദ്ധാവ് പോലത്തെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്പറുകൾ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നമ്പറുകളിലേക്ക് അവർക്ക് മെയിൽ അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ വിവരം രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും. കൂടാതെ സ്കൂളുകളിൽ തന്നെ പോലീസ് പണ്ട് തൊട്ടേ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ്. അതിനകത്തേക്ക് പോലീസ് ടീമുണ്ട്, സ്കൂളിൻ്റെ അതോറിറ്റീസ് ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ ടീമുണ്ട്, വ്യാപാരി വ്യവസായികളുണ്ട്, ഡ്രൈവർമാരുണ്ട്. ഇവരൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിലൂടെ അവർക്ക് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ രഹസ്യമായിരിക്കും. കൃത്യമായിട്ട് അതിൽ നടപടികളുണ്ടാവും. അത് കേരള പോലീസ് എനിക്ക് തോന്നുന്നത് 2011 നമ്മൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എത്രയോ വർഷം മുമ്പ് തന്നെയാണ് കേരള പോലീസ് ഇത് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് തന്നെ സ്കൂളുകളിൽ നമ്മൾ ആൻറ്റി ഡ്രഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞ രീതിയിൽ പ്രത്യേകം വേറെയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളും അതും കൂടാതെയാണ് പോലീസ് സ്കൂളിൽ SPCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഈ കുട്ടികൾ വളർന്നു വന്ന് നല്ല കുട്ടികളായി മാറണമെന്നുള്ള കേരള പോലീസിൻ്റെ ഒരു വിഷൻ തന്നെയാണ് ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ. യെസ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ACP. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പോൾ കേരള പോലീസ് വളരെ ശക്തമായ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കഴിയുന്ന എല്ലാ പിന്തുണയും ഓപ്പറേഷൻ ഡി ഹണ്ടിന് കൊടുക്കണം. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപക സമൂഹം, പൊതുജനം തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ യോദ്ധാക്കളായി തന്നെ മാറുക. നിങ്ങളും പോരാളികളായി മാറുക. താങ്ക് യു രാജ്കുമാർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഈ തിരക്കിനിടയിലും നമുക്കൊപ്പം വന്നതിൽ. ഞങ്ങളുടെ ടാഗ് ലൈൻ ഒന്ന് പറഞ്ഞു പോകണം, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ്. നമുക്കൊരു കുഞ്ഞ് ഇടവേള വേണം. ഇടവേളയ്ക്ക് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലേബി പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ലേബി അന്നും സ്മാർട്ടായിരുന്നു. എവിടെ ഇടിച്ചു കയറാൻ വളരെ മിടുക്കിയാണ്. അന്ന് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേർ ഒരുമിച്ചാണ് പോകണമെങ്കിൽ ആ 3 പേർക്കിടയിൽ ചെറിയ ഗ്യാപ്പ് കണ്ട് അതിനകത്തൂടെ കയറി പോകണമെന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അത് തീർച്ചയായും ലേബിയുടെ ഒരു സോഴ്സ് ഇവിടെ വലുതായി കേട്ടോ. ആ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഹിമാലയ ഭദ്രാനന്ദ കേസ് വന്നപ്പോഴത്തേക്കും മറ്റ് മാധ്യമ പ്രവർത്തകരെല്ലാം പേടിച്ച് ചെന്നപ്പോഴത്തേക്ക് ലേബി തന്നെയാണ് ഇടിച്ചു കയറി തോക്കുസ്വാമിയുടെ അടുക്കൽ പോയി പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ നമുക്കൊരു കുഞ്ഞിടവേള